പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. വീണ്ടും എൻ്റെ അടിസ്ഥാന ഗണിതം പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ നമ്മളിത് കണ്ടുപഠിക്കുന്നതിലാണ് എങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും സംഖ്യകളെ നമുക്ക് കണ്ടുപഠിക്കുക എന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഈ ക്ലാസ്. അതായത് നേരിട്ട് ദൃശ്യമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് പഠിക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നീങ്ങുന്നത്. അതിൽ നമ്മൾ പൂജ്യം എന്ന ആശയം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വ്യക്തമാക്കി തന്നു. അതുപോലെ ഒരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യേനെ നമുക്ക് ദൃശ്യമാകുന്നതിൽ പ്രതിപാദിക്കുക എന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇല്ലേ. ഇനി നമുക്ക് ഈ പോസിറ്റീവ് സംഖ്യയിൽ നിന്ന് നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുന്ന വിധം നമുക്കെങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടൊരു കണക്ക് പോസിറ്റീവ് വ്യവകലനമാണ് പഠിക്കുന്നത്. നമ്മൾ വ്യവകലനത്തിൽ നമുക്ക് പഠിക്കുന്നത് പോസിറ്റീവ് 5 എന്താണ് പോസിറ്റീവ് 5. പോസിറ്റീവ് 5ൽ നിന്ന് നെഗറ്റീവ് 1 കുറയ്ക്കുക എത്രയാണ്, ആ 2 കുറയ്ക്കുക എത്രയാണ്, 3 കുറയ്ക്കുക എന്നുള്ള ആശയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളുടെ അനുഭവത്തിൽ പോസിറ്റീവ് 5ൽ നിന്ന് നെഗറ്റീവ് 5 കുറയ്ക്കുക എങ്ങനെയാണ്? നമുക്കറിയാം പോസിറ്റീവ് 5 ഇപ്പം നമ്മളിവിടെ നോക്കുക, ഇത് പോസിറ്റീവ് 5ന് ഉദാഹരണമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താണ്, 8 കുതിരകൾ ഇപ്പോൾ 3, 3, 6 8 കുതിരകൾ വലത്തോട്ട് വലിക്കുന്നു. അപ്പോൾ വലത്തോട്ട് 5 കുതിര, ഇവിടെ ഇടത്തോട്ട് 3 കുതിരകളും വലിക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ അനുഭവപ്പെടുന്ന ബലം പോസിറ്റീവ് 5 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കുതിരകളുടെ അവസ്ഥ പോസിറ്റീവ് 5 ആണ്. അപ്പോൾ പോസിറ്റീവ് 5 ആണ് ഇതിൻ്റെ ബലം. ഇത് ഇപ്പോഴത്തെ അവസ്ഥ പോസിറ്റീവ് 5. അപ്പോൾ പോസിറ്റീവ് 5 നിന്ന് നെഗറ്റീവ് 1 കുറയ്ക്കണം എന്ന് വെച്ചാൽ നെഗറ്റീവ് കുതിരകൾ എടുക്കണമെങ്കിൽ നെഗറ്റീവ് കുതിരകൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൽ നെഗറ്റീവ് കുതിര ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് പോസിറ്റീവ് 5നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് പോസിറ്റീവ് 5നെ സൂചിപ്പിക്കുന്നതാണ്. കാരണം വലതുഭാഗത്ത് 5 കുതിര 8 കുതിരയുണ്ട്, അതിൻ്റെ 3 കുതിര ഇടതുഭാഗം കുതിരകൾ അതിൻ്റെ ബലത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടുമ്പോൾ ആകെ തുകയായിട്ട് വരുന്നത് പോസിറ്റീവ് 5 ആണ്. ഇപ്പോൾ ഈ കാണുന്നത് എന്താണ്, പോസിറ്റീവ് 5 കുതിരശക്തി കാട്ടിൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നെഗറ്റീവ് 1 കുതിരയെ ഞാൻ ഇവിടുന്ന് മാറ്റുകയാണെന്ന് വിചാരിക്കുക. അല്ല, ഇവിടുന്ന് ഒരു കുതിരേനെ ഞാൻ എടുത്തിങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ എത്ര കുതിരശക്തിയായിരിക്കും അതിലനുഭവപ്പെടുക എന്ന് വെച്ചാൽ, ഒരു കുതിരശക്തി ഇവിടെ കുറയുമ്പോൾ അവിടെ ഒരു കുതിരശക്തി കൂടും അല്ലേ. നിങ്ങൾക്കറിയാം ഇടതുഭാഗത്ത് ക്യാൻസൽ ചെയ്യുന്ന 3 കുതിരശക്തി അവിടുത്തെ 3 കുതിരശക്തിയെ ഇല്ലാതാക്കുന്നതായിരുന്നു, അതിൽ ക്യാൻസൽ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിൽ മാറ്റുമ്പോൾ ഒരു കുതിരശക്തി വലത്തെ ഭാഗത്തേക്ക് കൂടില്ലേ ഇല്ലേ. അപ്പോൾ ഇവിടെ 8 കുതിരശക്തിയും ഇവിടെ 2 കുതിരശക്തിയാകുമ്പോൾ 6 കുതിരശക്തിയായി. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ അവസ്ഥയിൽ ഒരു കുതിരയെ പോസിറ്റീവ് 5ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു നെഗറ്റീവ് 1 എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് മനസ്സിലായി? പോസിറ്റീവ് 6. അപ്പോൾ നെഗറ്റീവ് 5ൻ്റെ കൂടെ പോസിറ്റീവ് 1 കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ എടുത്തു കൊണ്ടുപോവുക ചെയ്തത്, അപ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, കുറയാണ് ചെയ്യുന്ന കുതിര, അപ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത് എന്നാൽ സത്യം. അത് ഇടതുഭാഗത്തുള്ള കുതിരയാണ് കുറയ്ക്കുന്നത്. ഇത് ഇടതുഭാഗത്ത് നെഗറ്റീവ് കുതിരകളാണ് കുറയ്ക്കുന്നത്. നെഗറ്റീവ് കുതിര ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബലം കൂടുകയാണ് ചെയ്യുന്നത് മനസ്സിലായി. എത്ര കണ്ട്, ഒരെണ്ണം കുറയ്ക്കുമ്പോൾ ഒരെണ്ണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോസിറ്റീവ് 5 കുതിരേനെ കൂടെ 2 കുതിരേനെ, ഇപ്പോൾ ഒരെണ്ണം കൊണ്ടുപോയി അല്ലേ, നമ്മൾ ഒരെണ്ണം കൊണ്ടുപോയി 2 കുതിരേനെ കൊണ്ടുപോയാലോ. അപ്പോൾ പോസിറ്റീവ് 5ഉള്ള ഒരവസ്ഥയിൽ നിന്ന് നെഗറ്റീവ് 2 കുതിരയെ കൊണ്ടുപോകുമ്പോൾ അവിടെ 2 കുതിര ശക്തി, കാരണം ഇവിടെ ഇതിൻ്റെ ഫലം ഇല്ലാതാക്കാൻ 2 കുതിരകളെ കുറച്ചു. അപ്പോൾ നെഗറ്റീവ് 2 കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ബലം എന്തായിട്ട് വരുന്നത്, 5ൽ നിന്ന് 7 വർദ്ധിക്കുക ചെയ്യുന്നത് അല്ലേ. പോസിറ്റീവ് 2 കുറയ്ക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എന്താ, 7 വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നോക്കുക, വീണ്ടും നമ്മൾ പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കുക. ഇപ്പോഴത്തെ ഇതിൽ പോസിറ്റീവ് 5 കുതിര ശക്തിയാണ് കാട്ടിൽ അനുഭവപ്പെടുന്നത് അല്ലേ. അതിൽ 3 കുതിരകളെ ഞാൻ അയച്ചു കൊണ്ടുപോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്,
നെഗറ്റീവ് കുതിരകളെയാണ് ഇടത് ഭാഗത്ത് കുതിരകളെയാണ് അഴിച്ചു കൊണ്ടുപോയത്. അപ്പോൾ എത്ര സംഭവിക്കുന്നത്? 3 കുതിരയിൽ കൂട്ടും അല്ലേ? അപ്പോൾ പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഒന്ന് കൂട്ടിയാലും മതിയല്ലേ? അപ്പോൾ ഒരു കുതിരശക്തി ഇപ്പുറത്ത് കൂട്ടുന്നതിന് തുല്യമല്ലേ അത് നെഗറ്റീവ് കുറയ്ക്കുന്നത്? അല്ലേ? ഞാൻ കാണിച്ചു തരാം. 3, 2, 5 കുതിര ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു വിചാരിക്കുക. പോസിറ്റീവ് 5 ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കാട്ടിലനുപ്പെടുന്ന ബലം പോസിറ്റീവ് 5 ആയിരിക്കും. ഞാനിതിൽ ഒരു കുതിരയെ ഇങ്ങനെ കൊണ്ട് കെട്ടി. അപ്പോൾ എന്തുണ്ട്? പോസിറ്റീവ് 6 അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് പോസിറ്റീവ് 6 കിട്ടും. പോസിറ്റീവ് 5ൻ്റെ കൂടെ പോസിറ്റീവ് ഒരു കുതിരയെ കൂട്ടുമ്പോഴും 6 കിട്ടും. അതുപോലെ ഞാനൊരു കാര്യം ചെയ്യാം. 2 കുതിരേനെ കെട്ടിയതിന് പോസിറ്റീവ് 5 കുതിരയുണ്ട്. ഇപ്പോൾ 2 കുതിരകളെ ഞാൻ കൊണ്ട് കെട്ടി. അപ്പോൾ എത്രയാവും? പോസിറ്റീവ് 5 പ്ലസ് പോസിറ്റീവ് 2 പോസിറ്റീവ് 7. മനസ്സിലായ? അപ്പോൾ പോസിറ്റീവ് ആകുന്നു. മനസ്സിലായേ? അപ്പോൾ പോസിറ്റീവ് ഒന്ന് കൂട്ടുന്നതിന് തുല്യമാണ് എന്ത്? പോസിറ്റീവ് ഒന്ന് കൂട്ടുന്നതിന് തുല്യമാണ് നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുന്നത്. അഥവാ നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുന്നതിന് തുല്യമാണ് അല്ലേ? രണ്ടിനും ഒരേ ഫലം. പോസിറ്റീവ് 5ൻ്റെ കൂടെ നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുമ്പോഴും പോസിറ്റീവ് 6 കിട്ടും. പോസിറ്റീവ് 5നോട് കൂടി നെഗറ്റീവ് ഒന്ന് കൂട്ടുമ്പോഴും പോസിറ്റീവ് 6 കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? പോസിറ്റീവ് 5നോട് കൂടി നെഗറ്റീവ് ഒന്ന് കുറയ്ക്കുന്നത് എന്തിന് തുല്യമാണ്? പോസിറ്റീവ് ഒന്ന് കൂട്ടുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലായി അല്ലേ? അതാണ് ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. പോസിറ്റീവ് ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഒന്ന് കൂട്ടുക. പോസിറ്റീവ് 2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 കൂട്ടുക. നെഗറ്റീവ് 3 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 3 കൂട്ടുക എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അടുത്തതായിട്ട് പോസിറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോഴും നമ്മൾ 2, 4, 6, 7 ഇപ്പോൾ 8 കുതിര 3, 6, 8 കുതിരകളും ഇവിടെ 3 കുതിരകളും ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ്? പോസിറ്റീവ് 5 തന്നെയാണ്. ഇതിൻ്റെ അവസ്ഥ എത്രയാണ്? പോസിറ്റീവ് 5 ആണ്. ഇനി നോക്കുക, ഈ പോസിറ്റീവ് കുതിരകളെയാണ് കുറയ്ക്കുന്നതിരിക്കുക. ഇപ്പോൾ പോസിറ്റീവ് 5 പോസിറ്റീവ് 5 കുറയ്ക്കുമ്പോൾ എത്ര വരിക? പോസിറ്റീവ് ഒരു കുതിരനെ എടുക്കുമ്പോൾ എത്ര വരിക? പോസിറ്റീവ് ഒരു കുതിരനെ എടുക്കുമ്പോൾ എന്താ വരിക? കുറയ്ക്കുമ്പോൾ അത് എടുക്കുമ്പോൾ കുറയാണ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് 5ൽ നിന്ന് പോസിറ്റീവ് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഇപ്പോൾ കുതിരശക്തി 6 ചുരുങ്ങിയില്ലേ? ഇതിലാകെ ഉണ്ടാകുന്ന 5 ഒരെണ്ണം കുറച്ചപ്പോൾ ഇതിലെത്രയും നമ്മൾ പോസിറ്റീവ് 4 കുതിരശക്തിയായി മാറി അല്ലേ? കാരണം 5 കുതിര ഒരു വലത്ത് ഭാഗത്ത് കൊണ്ടപ്പോൾ വലത്ത് ഭാഗം ശക്തി ഒന്നുകൂടിയും കുറഞ്ഞു. നിലവിലുണ്ടായിരുന്ന ആ ശക്തി ഒന്നുകൂടിയും കുറഞ്ഞു, 4 മാറി. ആ പോസിറ്റീവ് കുറയ്ക്കുമ്പോൾ ഇതായി വരുന്നു. അപ്പോൾ 4 അപ്പം നെഗറ്റീവ് കുറച്ചപ്പോൾ കൂടുകയാണെങ്കിൽ പോസിറ്റീവ് കുറയ്ക്കുമ്പോൾ കുറയുന്നു അല്ലേ? ഇനി നോക്കുക, പോസിറ്റീവ് 2 കുറയ്ക്കാൻ വിചാരിക്കുക. അപ്പോൾ നോക്കുക, ഇതിൽ ഇപ്പോൾ പോസിറ്റീവ് 3, 6, 8, 3, 5 കുതിരശക്തിയാണ് ഇപ്പെടുന്നത്. കാരണം വലതുഭാഗത്ത് 8 കുതിരശക്തി വലതുഭാഗത്ത് ഉണ്ട്, ഇടതുഭാഗത്ത് 3 ഉണ്ട്. അപ്പോൾ ആകെ ഫലം പോസിറ്റീവ് 5 കുതിരശക്തിയാണ്. എന്ന് വെച്ചാൽ വലത്തോട്ട് 5 കുതിരശക്തി. ഇനി ഈ അവസ്ഥയിൽ നമ്മളെന്ത് ചെയ്യുന്നു വിചാരിക്കുക? ഇതിൽ നിന്ന് നമ്മൾ എത്ര കുതിരകളെ? ഇതിൽ നിന്ന് നമ്മൾ 2 കുതിരകളെ വലതുഭാഗത്തുനിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ വീണ്ടും കുതിരശക്തി എത്രയായി നമുക്ക് നോക്കാം അല്ലേ? 3, 6, 3 കുതിരശക്തിയെ ചുരുങ്ങി. 6 കുതിരശക്തി വലതുഭാഗത്തും 3 ഇടതുഭാഗത്തും 3 കുതിരശക്തി. അപ്പോൾ 5ൽ നിന്ന് 5 കുതിരശക്തി ഉള്ളിടത്തുനിന്ന് 2 കുതിരശക്തി കുറച്ചപ്പോൾ പോസിറ്റീവ് 3 കുതിരശക്തിയായി മാറി അല്ലേ? എന്ന് വെച്ചാൽ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലായി. നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ പോസിറ്റീവ് കുറയ്ക്കുമ്പോൾ കുറയുകയാണെങ്കിൽ നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ കൂടുകയാണെന്ന് മനസ്സിലായി ഇല്ലേ? ആ പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ
പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുമ്പോൾ കുറയും, നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുമ്പോൾ കൂടും. അപ്പോൾ നെഗറ്റീവ് സംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, അതേസമയത്ത് പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കുറയലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി -5 നിന്ന് നെഗറ്റീവ് കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇത് ഇപ്പുറത്തായിരുന്നു എന്ന് വിചാരിക്കുക, ഈ കുതിരകളെല്ലാം ഇപ്പുറത്തായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പോസിറ്റീവ് 6 കുതിരകളും 6 8 കുതിരകളുള്ള ഒരവസ്ഥ നിങ്ങൾ സങ്കല്പിക്കുക. ഇടതുഭാഗത്ത് പോസിറ്റീവ് 8 കുതിരകളുണ്ട്, 3 3 6 2 8 കുതിരകൾ. ഇവിടെ 3 കുതിരകളുണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴത്തെ ഈ കാട്ടിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രയെന്ന് പറയാൻ കിട്ടും. ഇടതുഭാഗത്ത് 3 കുതിരകൾ 8 3 3 6 7 8 കുതിരകളാണ് ഇടതുഭാഗത്ത് ഉള്ളത്. 3 കുതിരകൾ വലതുഭാഗത്തും വലിക്കുകയാണെങ്കിൽ ആ 8 ഇടതുഭാഗത്തുള്ള കുതിരകളിൽ 3 ശക്തി നിർവീര്യമാക്കപ്പെടുകയും ബാക്കി 5 കുതിരശക്തി ഇടത്തോട്ട് അനുഭവം ചെയ്യുന്ന നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാട്ടിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇടത്തോട്ട് 5 കുതിരശക്തി എന്ന് പറയാം. അതിനെ നെഗറ്റീവ് സംഖ്യയിൽ പറയുകയാണെങ്കിൽ -5 ഇതിൽ അനുഭവപ്പെടുന്ന ഇത്. അപ്പോൾ -5 ഇപ്പോഴത്തെ ഇതും അനുഭവപ്പെടുന്ന അപ്പോൾ -5 ഇപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ഫലം അല്ലേ. -5. ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നെഗറ്റീവ് കുറയ്ക്കുന്ന ഒരു കാര്യം നിങ്ങൾ സങ്കല്പിക്കുക. എന്താണ്? ഇതിൽ നിന്ന് -1 കുറയ്ക്കാൻ വിചാരിക്കുക. -5 ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് എത്രയാണുള്ളത്? ഏറ്റവും നോക്കുക, -5 കുതിരശക്തിയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുതിരനെ അഴിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇതും ഈ കാട്ടിൽ എത്ര ബലം അനുഭവപ്പെടുന്നു എന്ന് നോക്കുക. എത്രയുണ്ടായിരിക്കും? ഇപ്പോൾ 8 2 പോയി 6. എവിടെ 6? പോസിറ്റീവ് കുതിരശക്തി അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്തുണ്ടാവുക? കാരണം വലതുഭാഗത്ത് നിന്ന് കുതിരനെ അഴിക്കുമ്പോൾ എന്തുണ്ടാവുക? ഇടതുഭാഗത്തെ ശക്തി കൂടും അല്ലേ. ക്യാൻസൽ ചെയ്യുന്ന ആ കുതിരയുടെ ശക്തി കൂടും. കാരണം ക്യാൻസൽ ചെയ്യുക, അപ്പുറത്ത് കുതിര ഇല്ലാണ്ടാവും. അപ്പോൾ -5 കൂടെ 5 നിന്ന് +1 കുറയ്ക്കുമ്പോൾ എവിടേക്ക് എന്താ കൂടുക? നെഗറ്റീവ് കൂടുമ്പോൾ എത്രയാവും? -6 കുതിരശക്തി എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാലും അറിയാം അല്ലേ. ഇടതുഭാഗത്ത് 8 കുതിരയും വലതുഭാഗത്ത് 2 കുതിരയും ആയതുകൊണ്ട് ആകെ ഇടതുഭാഗത്ത് അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും? -6 ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ -5 കുതിര ഉണ്ടാകുന്ന സമയത്ത് +1 കുതിരയെ കുറയ്ക്കുകയാണെങ്കിൽ ഇടത്തോട്ടുള്ള ശക്തി ഒന്നുകൂടി കൂടും. അപ്പോൾ -1 കൂടെ -1 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. -1 കുതിരയിലെ കൂടല്ലേ. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ? -5 കൂടെ എന്ത് സംഭവിക്കുന്നു? -1 കൂടുന്നു. എന്താണ്? -1 കൂടുന്നു. അങ്ങനെ -6 അല്ലേ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ -1 ഇവിടെ കൂട്ടുമ്പോഴും എന്ത് കിട്ടും? അപ്പോൾ -1 കൂടിയതിന് തുല്യമല്ലേ. ഈ ഭാഗത്ത് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും ഇത് കിട്ടും. ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇത് -5 അവസ്ഥയുള്ളത് അല്ലേ. കാരണം വലത്തോട്ട് +3 കുതിരയുണ്ട്, ഇടത്തോട്ട് -8 കുതിരയുണ്ട്. അപ്പോൾ ഫലം വരെ -5 കുതിരയാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുക? ഒരു ഇടതുഭാഗത്ത് ഒരു കുതിരയെ കൂട്ടി. അപ്പോൾ എത്ര കിട്ടുക? ഇതിൽ 9 നിന്ന്
3 കുതിരശക്തി പോയാൽ നെഗറ്റീവ് 6 കുതിരശക്തി അല്ലേ. അപ്പോൾ നെഗറ്റീവ് 1 കൂട്ടുന്നതിന് തുല്യമാണ് എന്ത്, പോസിറ്റീവ് 1 കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് 1 കുറയ്ക്കുന്നത് നെഗറ്റീവ് 1 കൂട്ടുന്നതിന് തുല്യമാണ്. പോസിറ്റീവ് 1 നേരത്തെ പഠിച്ച് പോസിറ്റീവ് 1 കുറയ്ക്കുന്നത് അല്ല, നെഗറ്റീവ് 1 കുറയ്ക്കുന്നത് പോസിറ്റീവ് 1 കൂട്ടിന് തുല്യമാണെന്ന് കഴിഞ്ഞ കുറച്ച് നേരത്തെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടു എന്തെന്ന്, പോസിറ്റീവ് കുറയ്ക്കുന്നത് നെഗറ്റീവ് കൂട്ടുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും തമ്മിൽ കുറയ്ക്കുന്നതിനുള്ള എളുപ്പവഴി എന്തായിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. ഈ രണ്ട് ഇതിനെയും കൂട്ടി നമുക്ക് മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു നിയമം ഉരുത്തിരിഞ്ഞെടുക്കാം, നമുക്കുണ്ടാക്കിയെടുക്കാം. എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക? നിങ്ങളാണെങ്കിൽ എന്തുണ്ടാക്കുക, ഞാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കും. പോസിറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൂട്ടിയാൽ മതി. പോസിറ്റീവ് കുറയ്ക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് കൂട്ടിയാൽ മതി. മനസ്സിലായ? അപ്പോൾ നെഗറ്റീവ് കൂട്ടുമ്പോൾ സാധാരണ പോലെ നമുക്കറിയാം, കൂട്ടി നെഗറ്റീവ് ചിഹ്നം ഇടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, നെഗറ്റീവ് കുറയ്ക്കുന്നതിന് പോലെ എന്താ കണ്ട, പോസിറ്റീവ് കൂട്ടിയാൽ മതി എന്നും കണ്ടു. അപ്പോൾ നമ്മൾ ഇതൊരു നയമാക്കി എടുക്കുക. ഒരു പോസിറ്റീവ് സംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യ കൂട്ടുക. അതേപോലെ നെഗറ്റീവ് സംഖ്യ കുറയ്ക്കാൻ തെറ്റിയോ, പോസിറ്റീവ് സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യ കൂട്ടുക, ഒരു നെഗറ്റീവ് സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ കൂട്ടുക. ചുരുക്കം പറയാം, ചിഹ്നം മാറ്റി കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം, അതായത് പോസിറ്റീവാണ് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യയിൽ നിന്നിവിടെ വ്യത്യാസം കാണാൻ പറഞ്ഞാൽ വിവരം ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി, കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമ്മൾ നിയമം എന്താണെന്ന് പഠിച്ചു, ആ നിയമം അനുസരിച്ച് ചെയ്താൽ മതി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ വനവനത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇത് കുറേ വർഷം ചെയ്ത്, അതായത് എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി പറഞ്ഞാൽ നിർത്താം. നെഗറ്റീവ് കുറയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് കൂട്ടുക, പോസിറ്റീവ് കുറയ്ക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് കൂട്ടുക. എന്ന് വെച്ചാൽ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റിയ ശേഷം കൂട്ടിയാൽ മതി, മറ്റ് സംഖ്യയോട് കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ കൂട്ടുനിയമം പാലിക്കുക. ഇത്രയും മനസ്സിലാക്കിയാൽ വ്യവകലനത്തിൻ്റെ കാര്യം കഴിഞ്ഞു. മനസ്സിലായ? അപ്പോൾ നിങ്ങൾക്ക് വ്യവകലനം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. പോസിറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൂട്ടുക, നെഗറ്റീവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ കൂട്ടുക. ഇത്രയാണ് ഇന്നത്തെ. അപ്പോൾ ഒരുവിധം ഇന്നത്തെ ക്ലാസ് അല്പം ദീർഘിച്ചു പോയി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലായിരിക്കും ബാക്കി കാര്യങ്ങൾ, ഗുണനവും ഹരണവും പഠിക്കുന്നത്. അപ്പോൾ അതുവരേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.